ഹായ് ഓൾ, PSC പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് അയഡിൻ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് അയഡിൻ. ക്യുക്സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം മെർക്കുറി. ക്യുക്സിൽവർ എന്നറിയപ്പെടുന്ന ലോഹമാണ് മെർക്കുറി. ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനത്തിലെ അടിസ്ഥാന തത്വം എന്ത്? പാസ്കൽ നിയമം. ആൽക്കഹോളിന്റെ ദ്രവണാങ്കം എത്ര? ആൽക്കഹോളിന്റെ മെൽറ്റിംഗ് പോയിന്റ് 115 ഡിഗ്രി സെൽഷ്യസ്. ഐസ് ഫാക്ടറികളിൽ ഉപയോഗിക്കുന്ന വാതകം അമോണിയ. ഹോസുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബറാണ് തയോക്കോൾ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് അയഡിൻ. ക്യുക്സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം മെർക്കുറി. ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനത്തിലെ അടിസ്ഥാന തത്വമാണ് പാസ്കൽ നിയമം. ആൽക്കഹോളിന്റെ ദ്രവണാങ്കം 115 ഡിഗ്രി സെൽഷ്യസ്. ഐസ് ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന വാതകമാണ് അമോണിയ. ഹോസുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബർ തയോക്കോൾ. മൃതശരീരം പരീക്ഷണത്തിനായി സൂക്ഷിക്കുന്ന രാസപദാർത്ഥമാണ് ഫോർമാൽഡിഹൈഡ്. ടാൽക്കം പൗഡറിൽ അടങ്ങിയ രാസപദാർത്ഥം ഹൈഡ്രേറ്റ് മഗ്നീഷ്യം സിലിക്കേറ്റ്. ഹൈഡ്രേറ്റ് മഗ്നീഷ്യം സിലിക്കേറ്റ്. ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന മിററാണ് കോൺകേവ് മിറർ. ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന മിറർ കോൺകേവ് മിറർ. സ്പിരിറ്റ് എന്താണ്? ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോൾ ആണ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത്. ചേനയിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന രാസവസ്തു കാൽസ്യം ഓക്സലൈറ്റ്. ചേനയിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം ഓക്സലൈറ്റ്. മൃതശരീരം പരീക്ഷണത്തിനായി സൂക്ഷിക്കുന്ന രാസപദാർത്ഥമാണ് ഫോർമാൽഡിഹൈഡ്. ടാൽക്കം പൗഡറിൽ അടങ്ങിയ രാസപദാർത്ഥം ഹൈഡ്രേറ്റ് മഗ്നീഷ്യം സിലിക്കേറ്റ്. ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന മിറർ കോൺകേവ് മിറർ. സ്പിരിറ്റ് എന്താണ്? ഈഥൈൽ ആൽക്കഹോൾ. ചേനയുടെ ചൊറിച്ചിലിന് കാരണമായ രാസവസ്തു കാൽസ്യം ഓക്സലൈറ്റ്. ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ട്രൈക്ലോറോ ഈഥൈൻ. ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ട്രൈക്ലോറോ ഈഥൈൻ. ജലത്തിൽ സൂക്ഷിക്കുന്ന ലോഹം ഫോസ്ഫറസ്. ജലത്തിൽ സൂക്ഷിക്കുന്ന ലോഹം ഫോസ്ഫറസ്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് അജിനോമോട്ടോ. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സിൽവർ സംയുക്തം സിൽവർ ബ്രോമൈഡ്. ഫലങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കുന്ന വാതക ഹോർമോണാണ് എഥിലീൻ. ആസിഡുകൾ ആൽക്കഹോളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് എസ്റ്ററുകൾ. ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ട്രൈക്ലോറോ ഈഥൈൻ. ജലത്തിൽ സൂക്ഷിക്കുന്ന ലോഹമാണ് ഫോസ്ഫറസ്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം അജിനോമോട്ടോ. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സിൽവർ സംയുക്തം സിൽവർ ബ്രോമൈഡ്. ഫലങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കുന്ന വാതക ഹോർമോണാണ് എഥിലീൻ. ആസിഡുകൾ ആൽക്കഹോളുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് എസ്റ്ററുകൾ. സിന്ദൂരത്തിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണ വസ്തു ലെഡ് ടൈട്രോക്സൈഡ്. ലെഡ് ടൈട്രോക്സൈഡ് ആണ് സിന്ദൂരത്തിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണ വസ്തു. ഹാർഡ്കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രാസൈറ്റ്. ഹാർഡ്കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രാസൈറ്റ്. ആൽബർട്ട് ഐൻസ്റ്റീൻ അന്തരിച്ച വർഷം 1955 ഏപ്രിൽ 18. ആൽബർട്ട് ഐൻസ്റ്റീൻ അന്തരിച്ച വർഷമാണ് 1955 ഏപ്രിൽ 18. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന മൂലകം അയഡിൻ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മൂലകമാണ് അയഡിൻ. സിന്ദൂരത്തിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണ വസ്തു ലെഡ് ടെട്രോക്സൈഡ്. ഹാർഡ്കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രാസൈറ്റ്. ആൽബർട്ട് ഐൻസ്റ്റീൻ അന്തരിച്ച വർഷമാണ് 1955 ഏപ്രിൽ 18. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മൂലകം അയഡിൻ. ബ്രിട്ടീഷ് കാലത്ത് വിവിധ ജാതികളായി വിഭജിക്കപ്പെട്ട ഇന്ത്യൻ സമൂഹത്തിൽ ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കുകയും അതുവഴി ഇന്ത്യക്കാരിൽ രാജ്യസ്നേഹം വളരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയതാര്? മെക്കാളെ പ്രഭു. 1835 മെക്കാളെ പ്രഭുവാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആദ്യമായി നടപ്പിലാക്കിയത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭു.
1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് ആരുടെ ശ്രമഫലമായിട്ടാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ ശ്രമഫലമായിട്ടാണ്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച പ്രസ്ഥാനം ശാരദാ സദൻ. പണ്ഡിത രമാബായി ബോംബെയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ശാരദാ സദൻ. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാര്? ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്ന് കണക്ട് ചെയ്ത് വെക്കുക. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? മിശ്രവിവാഹം, മിശ്രഭോജനം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നതായിരുന്നു പ്രാർത്ഥനാ സമാജത്തിന്റെ പ്രധാന ആശയങ്ങൾ. ഹിന്ദുമതത്തിന്റെ പുനരുദ്ധാരണത്തിനായി ആനി ബസന്റ് സ്ഥാപിച്ച പ്രസ്ഥാനമാണ് തിയോസഫിക്കൽ സൊസൈറ്റി. തിയോസഫിക്കൽ സൊസൈറ്റി ഹിന്ദുമതത്തിന്റെ പുനരുദ്ധാരണത്തിനായി ആനി ബസന്റ് സ്ഥാപിച്ച പ്രസ്ഥാനമാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജത്തിന്റെ പ്രധാന ആശയങ്ങൾ മിശ്രവിവാഹം, മിശ്രഭോജനം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നതായിരുന്നു. ആര്യ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജത്തിന്റെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാമായിരുന്നു? വിഗ്രഹാരാധനയെയും ശൈശവിവാഹത്തെയും എതിർക്കുക. ആര്യ സമാജത്തിന്റെ പ്രധാന ആശയങ്ങളായിരുന്നു വിഗ്രഹാരാധനയെയും ശൈശവിവാഹത്തെയും എതിർക്കുക. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാകാൻ അപേക്ഷാ ഫീ നൽകേണ്ടതില്ലാത്തത് ഏതു വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാകാൻ അപേക്ഷാ ഫീ വേണ്ടാത്തത്. 1990 ഏതു ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്? 65-ാം ഭരണഘടനാ ഭേദഗതി. 65-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 1990 ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. ആര്യ സമാജത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു വിഗ്രഹാരാധനയെയും ശൈശവിവാഹത്തെയും എതിർക്കുക എന്നത്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാകാൻ അപേക്ഷാ ഫീ നൽകേണ്ടതല്ലാത്ത വിഭാഗക്കാരാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ. 1990 65-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വരുന്നത്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരായിരുന്നു? ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് OM നമ്പ്യാർ. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ. ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സുകളിൽ പങ്കെടുത്ത മലയാളി ഷൈനി വിൽസൺ തന്നെ. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സുകളിൽ പങ്കെടുത്ത മലയാളിയും ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ മലയാളി വനിതയും ഷൈനി വിൽസൺ ആണ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലായിരുന്നു ഷൈനി വിൽസൺ സെമി ഫൈനലിൽ എത്തിയത്. ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച ആദ്യ മലയാളി വനിത, ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സുകളിൽ പങ്കെടുത്ത മലയാളി, ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ ആണ്. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലായിരുന്നു ഈ നേട്ടം കൈവരിച്ചത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കണ്ടുവരുന്നത്. മലബാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ലയാണ് ആലപ്പുഴ. സുവർണോദ്യാനം ബയോഡൈവേഴ്സിറ്റി പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നെടുമ്പാശ്ശേരി. സുവർണോദ്യാനം ബയോഡൈവേഴ്സിറ്റി പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നെടുമ്പാശ്ശേരി.
ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? മലപ്പുറം. ആറളം വന്യജീവി സങ്കേതം നിലയിൽ വന്ന വർഷം 1984. മലബാർ വന്യജീവി സങ്കേതം കോഴിക്കോട് ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ആലപ്പുഴ. സുവർണോദ്യാനം ബയോഡൈവേഴ്സിറ്റി പാർക്ക് നെടുമ്പാശ്ശേരിയിലാണ്. ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം മലപ്പുറത്താണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ്. ആറളം വന്യജീവി സങ്കേതം വന്ന വർഷം 1984. കേരളം വനം വകുപ്പിന് കീഴിലെ ഏറ്റവും ചെറിയ സംരക്ഷിത വനപ്രദേശമാണ് മംഗളവനം. ഏറ്റവും ചെറിയ സംരക്ഷിത വനപ്രദേശമാണ് മംഗളവനം. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്നത് പെരിയാർ വന്യജീവി സങ്കേതമായിരുന്നു. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്നത് പെരിയാർ വന്യജീവി സങ്കേതം. ഹൈദരാബാദ് നൈസാമിൻ്റെ സൈന്യം അറിയപ്പെട്ടിരുന്ന പേര് റസാക്കർ. ഹൈദരാബാദ് നൈസാമിൻ്റെ സൈന്യം അറിയപ്പെട്ടിരുന്ന പേരാണ് റസാക്കർ. ഹൈദരാബാദ് നൈസാമിനെ സഹായിച്ചിരുന്ന സംഘടനയായ MIMന്റെ പൂർണ്ണരൂപം മജ്ലിസ് ഇ ഇത്തിഹാദുൽ മുസ്ലിമീൻ. സ്വാതന്ത്ര്യാനന്തരം സമുദ്രാതിർത്തി വഴി പാകിസ്ഥാൻ യൂണിയനിലേക്ക് ലയിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ നാട്ടുരാജ്യം ജുനഗഡാണ്. സ്വാതന്ത്ര്യാനന്തരം സമുദ്രാതിർത്തി വഴി പാകിസ്ഥാൻ യൂണിയനിലേക്ക് ലയിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ നാട്ടുരാജ്യമാണ് ജുനഗഡ്. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്നത് പെരിയാർ വന്യജീവി സങ്കേതമായിരുന്നു. ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്ത ആദ്യ നാട്ടുരാജ്യമാണ് ജുനഗഡ്. ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ചേരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉയർന്നുവന്ന ജനകീയ സമരത്തിന്റെ നേതാവ് സമൽദാസ് ഗാന്ധി. ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ചേരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ജനകീയ സമരത്തിന്റെ നേതാവാണ് സമൽദാസ് ഗാന്ധി. 1948 കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മിറ്റി JVP കമ്മിറ്റി. 1948 കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മിറ്റിയാണ് JVP കമ്മിറ്റി. JVP കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാമാണ്? ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ഭരണഘടനാ നിർമ്മാണ സഭ നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ SK ദർ കമ്മീഷനായിരുന്നു. ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉയർന്നുവന്ന ജനകീയ സമരത്തിന്റെ നേതാവ് സമൽദാസ് ഗാന്ധി. 1948 കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മിറ്റി JVP കമ്മിറ്റി. JVP കമ്മിറ്റിയിലെ അംഗങ്ങൾ ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവരായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ SK ദർ കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? സർദാർ KM പണിക്കർ, HN ഖുസ്രു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയും മറ്റംഗങ്ങൾ സർദാർ KM പണിക്കരും HN ഖുസ്രുവുമായിരുന്നു. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലയിൽ വന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 പ്രകാരം നിലയിൽ വന്ന സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്ര വീതമാണ്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചു. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് GV രാജ. കായിക കേരളത്തിന്റെ പിതാവ് GV രാജ. മൈസൂർ, ജയ്പൂർ, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളിൽ ദിവാനായ വ്യക്തിയാണ് മിർസ ഇസ്മായിൽ. മൈസൂർ, ജയ്പൂർ, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളിൽ ദിവാനായ വ്യക്തി മിർസ ഇസ്മായിൽ. 1781 പോർട്ടോ നോവയിൽ വെച്ച് ഹൈദരാലിയെ പരാജയപ്പെടുത്തിയതാര്? ജനറൽ അയർക്യൂട്ട്. 1781 പോർട്ടോ നോവയിൽ വെച്ച് ഹൈദരാലിയെ പരാജയപ്പെടുത്തിയത് ജനറൽ അയർക്യൂട്ടാണ്.
ഗാന്ധിജി അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് യൂണിയൻ സ്ഥാപിച്ച വർഷം 1917. ഗാന്ധിജി അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് യൂണിയൻ സ്ഥാപിച്ച വർഷം 1917. സന്യാസി വിപ്ലവം നടന്ന സ്ഥലം ബംഗാൾ ആണ്. സന്യാസി വിപ്ലവം നടന്ന സ്ഥലം ബംഗാൾ. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകൻ എം.എൻ. റോയ്. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകൻ എം.എൻ. റോയ്. 1946 നാവികകലാപത്തിന് തുടക്കം കുറിച്ചത് ഏത് കപ്പലിലാണ്? INS തൽവാർ. 1946 INS തൽവാറിലാണ് INS തൽവാറിന് തുടക്കം കുറിച്ചത്. ദൈവം സ്നേഹിക്കുന്നവർ ചെറുപ്പത്തിലേ മരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ബൈറൺ പ്രഭു. ദൈവം സ്നേഹിക്കുന്നവർ ചെറുപ്പത്തിലേ മരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ബൈറൺ പ്രഭു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന വിക്ടോറിയ രാജ്ഞി ഏറ്റെടുത്തതിനോടനുബന്ധിച്ച് അലഹാബാദിൽ ദർബാർ പ്രഖ്യാപിച്ച ഗവർണർ ജനറൽ കാനിങ് പ്രഭു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന വിക്ടോറിയ രാജ്ഞി ഏറ്റെടുത്തതിനോടനുബന്ധിച്ച് അലഹാബാദിൽ ദർബാർ പ്രഖ്യാപിച്ച ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു.